നഗരവൽക്കരണം എന്നാൽ പൊതുവെ എല്ലാവർക്കും തുല്യ അവസരങ്ങളും സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സംഭവമാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് മതവും ജാതിയും ഒന്നും നോക്കാതെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു വ്യവസ്ഥ. എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാന പഠനം അനുസരിച്ച് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മുസ്ലിംകളും മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ സർക്കാരിന്റെ വികസനങ്ങളിൽ പോലും വിവേചനം ഉണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. എന്താണ് ഈ പഠനത്തിലൂടെ അവർ കൂടുതലായി വ്യക്തമാക്കുന്നത്? പഠനം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് സെഗ്രിഗേഷൻ അഥവാ വേർതിരിവാണ്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ നേരിടുന്ന വിവേചനത്തിന് സമാനമായ രീതിയിലാണ് ഇന്ത്യയിലെ നഗരങ്ങളിലും ചേരികളിലും പ്രത്യേക കോളനികളും രൂപപ്പെടുന്നത്. പലപ്പോഴും സമ്പന്നർ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിലോ മുസ്ലിമുകൾക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും താമസ സൗകര്യം ലഭിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ അവർ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് അതീവ തിരക്കേറിയ സ്ഥലങ്ങളിൽ പോയി പാർക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇത് ഒരു സാമൂഹിക പ്രശ്നമാണ്. വർഷങ്ങളായി ദശകങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു സാമൂഹിക വിവേചനത്തിന്റെ ഉദാഹരണമാണ്. ഇനി സേവനങ്ങളുടെ കാര്യം നോക്കാം. സർക്കാർ സ്ഥാപിക്കുന്ന വിദ്യാലയങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ നഗരങ്ങളിൽ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് നോക്കിയാൽ വലിയൊരു അന്തരം കാണാം. ഉയർന്ന ജാതിക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ മികച്ച സ്കൂളുകളും മികച്ച തൊഴിലവസരങ്ങളും ഉണ്ടാകുമ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മുസ്ലിമുകളും ജീവിക്കുന്നിടത്ത് ഇതൊന്നും ഉണ്ടാകുന്നില്ല. കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങളിലും ഈ പ്രദേശങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഫലത്തിൽ ഒരു രാജ്യത്തെ പൗരന്മാരാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ വലിയ അസമത്വം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ഗൗരവകരമായ ഒരു കാര്യമായി മാറുന്നത്? സൗകര്യങ്ങളിലെ ഈ പിഴവ് ഒരു തലമുറയെ തന്നെ പിന്നോട്ടടിക്കുന്നുണ്ട്. ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ആരോഗ്യം, അവന്റെ തൊഴിൽ എന്നതിനെല്ലാം കാരണമായി മാറുന്നുണ്ട്. മികച്ച സ്കൂളുകളില്ലാത്ത മലിനമായ സാഹചര്യങ്ങൾ ജീവിക്കേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് നഗരത്തിലെ മറ്റ് സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുന്ന കുട്ടികളോട് മത്സരിക്കാൻ കഴിയില്ല. ഇത് കാലങ്ങളായി തുടരുന്ന ദാരിദ്ര്യത്തിന്റെയും പിന്നോക്കാവസ്ഥയുടെയും ഒരു വിഷമവൃത്തം സൃഷ്ടിക്കുന്നു. നമ്മുടെ നഗരങ്ങൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിഞ്ഞ് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ ജീവിക്കുന്നത് ഒരിക്കലും വികസനമാണെന്ന് പറയാൻ കഴിയില്ല. സർക്കാരുകളും അധികാരികളും ഇത്തരം പഠനങ്ങളെ ഗൗരവമായി കാണേണ്ടതുണ്ട്. എല്ലാവർക്കും തുല്യ അവസരങ്ങളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ മാത്രമാണ് നഗരവൽക്കരണം പുരോഗതിയുടെ ഭാഗമായി മാറുന്നത്.